നമ്മുടെ ജാൻമണിക്ക് വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ. പവർ ടീമിനെ കുറിച്ചാണ് ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പവർ ടീം എങ്ങനെയുണ്ടായിരുന്നു, പവർ ടീം നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ, അവരുടെ പ്രവർത്തികളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പലരും പവർ ടീമിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അവരെയും കുറ്റം പറയാനായിട്ട് നമുക്ക് നിവൃത്തിയില്ല. പവർ ടീം ചെയ്ത ഓരോ കാര്യങ്ങളും പലർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ജാൻമണിക്കെതിരെയാണ് ലാലേട്ടൻ സംസാരിച്ചത്. ജാൻമണി എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, മോർണിംഗിൽ എനിക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ സ്പേസ് ആണ്, എനിക്ക് ബാത്റൂമിൽ പോകണം, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വന്ന് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിൽ അവിടെ ജാൻമണി സംസാരിച്ചു. അതാണ് ലാലേട്ടനെ ഇഷ്ടപ്പെടാതെ വന്നത്. ലാലേട്ടൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ജാൻമണി ബാത്റൂമിൽ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നടത്തിയാൽ പോരായിരുന്നോ എന്ന് ലാലേട്ടൻ അവിടെ ആക്കി ചോദിച്ചു. ജാൻമണിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. ജാൻമണി അത് മതി എന്നുള്ളതാണ് ജാൻമണി ആദ്യം പറഞ്ഞത്. പിന്നെ ലാലേട്ടൻ അതിട്ട് ശരിക്കൊന്ന് തട്ടി കൊടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും പേഴ്സണൽ സ്പേസ് ഉണ്ട്, ഓരോരുത്തർക്കും പേഴ്സണൽ ടൈം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരേ ടൈം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെ ചെയ്യും? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയാണ്, ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമാണ്. ആ സമയത്ത് എല്ലാവരും ഒരുപോലെ സഹകരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഓരോരുത്തർക്കും പേഴ്സണൽ ടൈമും പേഴ്സണൽ സ്പേസും ഒന്നുമില്ല എന്ന് ലാലേട്ടൻ അവിടെ എടുത്തു പറഞ്ഞു. പക്ഷേ ജാൻമണി അവിടെ ഒരു കാര്യം കൂടി ഉന്നയിക്കാനായിട്ട് വന്നിരുന്നു. പാത്രം കഴുകുന്ന കാര്യം, ഇവരുടെ തിന്ന പ്ലേറ്റുകൾ ഇവരോട് കഴുകാൻ പറഞ്ഞ ഒരു കാര്യം. പക്ഷേ സത്യത്തിൽ ലാലേട്ടൻ അത് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ ലാലേട്ടൻ അത് സ്കിപ്പ് ചെയ്തതാണോ എന്നറിയില്ല. ജാൻമണി പറയുന്നത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ലാലേട്ടൻ അത് മനസ്സിലാകാതെ പോയി എന്ന് എനിക്ക് തോന്നി കണ്ട സമയത്ത്. ആ ഒരു കാര്യവും ജാൻമണിയോട് എടുത്ത് പറയാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ലാലേട്ടൻ പോയിന്റ് ഔട്ട് ചെയ്തത് ജാൻമണിയുടെ ആ അഹങ്കാരം നിറഞ്ഞ ആ ഒരു ടോക്കിനെയാണ്. എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ പേഴ്സണൽ ടൈമാണ് എന്ന് പറഞ്ഞ ആ ഒരു ടോക്കിനെയാണ് അവിടെ ലാലേട്ടൻ എടുത്ത് കാണിച്ചത്. അത് ജാൻമണിക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ. എന്തായാലും ജാൻമണിയുടെ അഹങ്കാരത്തിന് കിട്ടിയൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു ലാലേട്ടൻ കൊടുത്തത് എന്ന് തോന്നിപ്പോയി നമുക്ക് കണ്ട സമയത്ത്.